ഫൈനലി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു കിഡിലൻ ഫീച്ചർ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കും വാട്സാപ്പിൽ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്നവർക്കാണ് വാട്സാപ്പിൽ ഈ ഒരു ഫീച്ചർ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ആൻഡ്രോയിഡ് മൊബൈലിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടില്ല എന്ന്. ഇപ്പോൾ ആ ഒരു പരാതി വേണ്ട. ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞു. അതായത് ഡോക്യുമെന്റ് സ്കാനർ. നമുക്കിനി പുറത്തുനിന്ന് ഒരു ഡോക്യുമെന്റ് സ്കാനർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർക്കും വാട്സാപ്പിന്റെ അകത്ത് തന്നെ ഒരു ഡോക്യുമെന്റ് സ്കാനർ സ്പെഷ്യലായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഏത് ഫോട്ടോയും അല്ലെങ്കിൽ ഏത് ഡോക്യുമെന്റും നമുക്ക് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ PDF ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാനും സാധിക്കും, അതും ഹൈ ക്വാളിറ്റിയിൽ. ഇതെങ്ങനെ ഉപയോഗിക്കാം, എവിടെയാണ് ആ ഫീച്ചർ ഉള്ളത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ ആ ഒരു പിന്നിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാകും. ഇവിടെ ഡോക്യുമെന്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് 2 ഓപ്ഷനുകളാണ് ഉണ്ടാകുക. ഓക്കെ, എന്നാൽ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തതോടുകൂടി എനിക്ക് പുതിയ ആ ഒരു ഫീച്ചർ ആൻഡ്രോയിഡ് മൊബൈലും ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാട്സാപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ആപ്പിൾ ഫോണിൽ ലഭിച്ച ആ ഒരു ഫീച്ചർ നമുക്ക് ആൻഡ്രോയിഡിലും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വാട്സാപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കിപ്പോൾ ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുക്കാം. എന്നിട്ട് ആ ഒരു പിന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ആ ഒരു ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ മൂന്നാമത് ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്, സ്കാൻ ഡോക്യുമെൻ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കിലാണ് ഉള്ളത്. നമുക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ഇവിടെ വെക്കാം. ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ബോക്സ് ആണ് ഇവിടെ വെക്കുന്നത്. ഇവിടെയുള്ള എഴുത്ത് എനിക്ക് സ്കാൻ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ വെക്കുകയാണ്. ഞാനൊന്നും മൊബൈലിലൊന്നും തൊടുന്നില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് സ്കാൻ ആവും. ഓക്കെ, കൃത്യമായിട്ട് അവിടെ വെച്ച് ഒന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഈ രൂപത്തിൽ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്കാനായി വന്നിട്ടുണ്ട്. നമ്മൾ മൊബൈലിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. താഴെ ഒരുപാട് ഫീച്ചറുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ക്രോപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഫിൽറ്റർ ആഡ് ചെയ്യാം, എഫക്റ്റുകൾ കൊടുക്കാം. ഞാനിവിടെ ഡൺ കൊടുക്കുകയാണ്. ഇവിടെ നല്ല ഹൈ ക്വാളിറ്റിയിൽ ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഒരു PDF ആയിട്ട് അവർക്ക് സെൻഡ് ആയിട്ടുണ്ടാകും. ഓക്കെ, വീണ്ടും ഞാൻ ഡോക്യുമെൻ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്കാൻ ഡോക്യുമെൻ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്യാണ്. ഇനി മാനുവൽ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മാനുവലായിട്ട് ഇപ്പോൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഇത് സ്കാൻ ആകുക. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് മാനുവലായിട്ട് ഇത് സ്കാൻ ചെയ്ത് എടുക്കാനും സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ അത് സ്കാനായിട്ട് വന്നിട്ടുണ്ട്. താഴെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ക്രോപ്പ് ചെയ്യാനും എഫക്റ്റുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്ലസ് ഐക്കൺ കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് PDF ആയിട്ട് അയച്ചു കൊടുക്കാനും സാധിക്കും. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡണ്ണ് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫയലും PDF ആയിട്ട് നമുക്ക് ആ ഒരു സുഹൃത്തിന് ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാട്സാപ്പും പ്ലേ സ്റ്റോറിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, നിലവിൽ ആൻഡ്രോയിഡ് മൊബൈലിൽ വാട്സാപ്പിന്റെ ബീറ്റ വെർഷൻ എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് സാധാരണ വാട്സാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു ഫീച്ചർ വന്നിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നൊരു പരാതി വേണ്ട, എന്തായാലും നിങ്ങൾക്ക് വരും. ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ട് ില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.